ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ചൈനയിലെ HMPV വൈറസ് കണ്ടെത്തി. കർണാടകയിലെ 8 മാസം പ്രായമുള്ള കുഞ്ഞിന് HMPV വൈറസ് കണ്ടെത്തി. ഇപ്പോൾ തൃശ്ശൂരിലും 2-3 കേസസ് ഒക്കെ കണ്ടെത്തി എന്നുള്ള ബ്രേക്കിംഗ് ന്യൂസൊക്കെ നിങ്ങളെല്ലാവരും കണ്ടു കഴിഞ്ഞതായിരിക്കും. അപ്പോൾ ഈ ന്യൂസ് എല്ലാം കണ്ട് നമ്മൾ അല്പം ആശങ്കയിലായിരിക്കും അല്ലേ? കോവിഡ് കാലം നമ്മുടെ ഓർമ്മകളിലുള്ളത് കൊണ്ട് ആശങ്കയുണ്ടാവുന്നത് സ്വാഭാവികമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ HMPV വൈറസിനെ നമ്മൾ പേടിക്കേണ്ടതുണ്ടോ? അപ്പം അതിനെക്കുറിച്ചൊക്കെയാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. എന്താണ് HMPV വൈറസ്, എന്താണ് അതിൻ്റെ സിംറ്റംസ്, എങ്ങനെ നമുക്കത് പ്രിവെൻറ്റ് ചെയ്യാം, ട്രീറ്റ് ചെയ്യാം. എന്താണ് HMPV? ദ ഹ്യൂമൻ മെറ്റ ന്യൂമോ വൈറസ്. ഇത് ശ്വാസനാളത്തിലുണ്ടാകുന്ന അണുബാധയാണ്. സാധാരണ ജലദോഷം പോലെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇത് ചൈനയിൽ നിന്ന് സഞ്ചരിച്ച് വന്നതല്ല. ഈ വൈറസ് ചൈനയിലെ പോലെ തന്നെ മറ്റു രാജ്യങ്ങളിലും അമേരിക്ക, കെനിയ, നെതർലാൻഡ്, വിയറ്റ്നാം എന്ന് തുടങ്ങിയ എല്ലാ രാജ്യങ്ങളിലും കഴിഞ്ഞ 20 വർഷമായിട്ട് ഉള്ളതാണെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഇനി നമുക്ക് HMPV വരാൻ കൂടുതൽ സാധ്യതയുള്ളത് ആർക്കൊക്കെയാണെന്ന് നോക്കാം. അതായത് 3 തൊട്ട് 4 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും അതുപോലെ തന്നെ 65 മുകളിലുള്ളവർക്കും വരാൻ സാധ്യത കൂടുതലാണ്. പിന്നെ അതുപോലെ തന്നെ പ്രതിരോധ ശേഷി വളരെ കുറഞ്ഞവർക്ക് പല രോഗങ്ങളിലായി ക്യാൻസർ, HIV അതുപോലെയുള്ള രോഗങ്ങളിലായിരിക്കുന്നവർക്കും അങ്ങനെ മരുന്ന് കഴിക്കുന്നവർക്കും ഒക്കെ വരാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളുള്ളവർ, ലൈക്ക് ആസ്മയുള്ളവർ, COPD അങ്ങനെയൊക്കെയുള്ള രോഗങ്ങളുള്ളവർ ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും. നെക്സ്റ്റ് ആയിട്ട് നമുക്ക് HMPV വൈറസ് ഉണ്ടായാലുള്ള ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ജലദോഷം, അതുപോലെ തന്നെ മൂക്കൊലിപ്പ്, ചുമ, പനി, തൊണ്ടവേദന, ശ്വാസതടസ്സം എന്നിവയൊക്കെയാണ് നമ്മളുടെ ആദ്യമായി കണ്ടുവരുന്ന ലക്ഷണങ്ങൾ. ഇനി നമുക്ക് എപ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു പനി വന്നു കഴിഞ്ഞാൽ എപ്പോഴൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത് നോക്കാം. അപ്പോൾ സാധാരണ ജലദോഷം പോലെ വന്നു പോകുന്നതാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ജലദോഷത്തിൻ്റെ കൂടെ ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല, ഭയങ്കര ക്ഷീണം, ഭയങ്കര തൊണ്ടവേദന, പനിയാണെങ്കിൽ ഒട്ടും കുറയുന്നില്ല, പിന്നെ ശ്വാസം എടുക്കുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നു. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിൽ അവരുടെ സാധാരണ പനി വരുന്നതിൽ നിന്നും മറ്റെന്തെങ്കിലും ലക്ഷണങ്ങൾ കാണുന്നുണ്ട്, അല്ലെങ്കിൽ അവർ ശ്വാസം എടുക്കുന്നതിലൊക്കെ ചെറിയ വ്യത്യാസം കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഹോസ്പിറ്റലിൽ പോയിരിക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് HMPV വൈറസ് എങ്ങനെയാണ് സ്പ്രെഡ് ആവുന്നത് നോക്കാം. അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ചുമയ്ക്കുമ്പോൾ അതുപോലെ തന്നെ തുമ്മുമ്പോഴൊക്കെയാണ് ഇത് കൂടുതലായിട്ട് സ്പ്രെഡ് ആവാൻ സാധ്യതയുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഷേക്ക് ഹാൻഡ് കൊടുക്കുമ്പോൾ, നമ്മൾ ഒരാളെ ഹഗ് ചെയ്യുമ്പോൾ, അതുപോലെ തന്നെ നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ടൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ബസ്സിൻ്റെയൊക്കെ കമ്പിയിലൊക്കെ പിടിക്കുമ്പോഴും ഒക്കെ, പിന്നെ അതുപോലെ തന്നെ നമ്മൾ ജോലി ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ നമ്മളുടെ കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, അതുപോലെ തന്നെ മൗസ്, അതിലൊക്കെ ഈ വൈറസിൻ്റെ സ്രവങ്ങളൊക്കെ പറ്റി പിടിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഇത് മറ്റുള്ളവരിലേക്ക് പകരുന്നത്. അപ്പം നമുക്ക് നെക്സ്റ്റ് ആയിട്ട് രോഗം വരാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം, അതിനാണല്ലോ നമ്മൾ പരിശ്രമിക്കേണ്ടത്. അപ്പോൾ എന്തൊക്കെയാണ് പ്രിവെൻറ്റീവ് മെഷേഴ്സ് എന്ന് നോക്കാം. അപ്പോൾ ജലദോഷവും പനിയൊക്കെ ഉള്ളവർ മാക്സിമം മറ്റുള്ളവരുമായിട്ടുള്ള കോണ്ടാക്റ്റ് ഒഴിവാക്കുന്നത് വളരെ നല്ലതായിരിക്കും. അതായത് ഓഫീസിലൊക്കെ പോകുന്നവർ കുറച്ച് ദിവസത്തേക്ക് പോകാതിരിക്കുക, കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടാതിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും ഒക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. കാരണം ഇതുപോലെ ചുമയ്ക്കുകയും തുമ്മുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ആ വൈറസിൻ്റെ സ്പ്രെഡ് പെട്ടെന്ന് തന്നെ ഉണ്ടാകും. പക്ഷേ ഇതുപോലെ എൽബോ യൂസ് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു സ്പ്രെഡ് കുറയ്ക്കാനായിട്ട് സാധിക്കും. പിന്നെ വീട്ടിൽ നല്ലതുപോലെ റെസ്റ്റ് എടുക്കുക, ഉറങ്ങുക, പിന്നെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മാസ്ക് ധരിക്കുക. നമുക്കറിയാം കൊറോണ ടൈമിലൊക്കെ മാസ്ക് നമ്മളെ ഒരുപാട് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് നമ്മളിൽ നിന്ന് വൈറസ് മറ്റുള്ളവരിലേക്ക് സ്പ്രെഡ് ആകാതിരിക്കാനും, അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അത് നമുക്ക് പകരാതിരിക്കാനും മാസ്ക് ധരിക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഹാൻഡ് വാഷിംഗ് നല്ലൊരു പ്രാക്ടീസാണ്. അത് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പുറത്തൊക്കെ പോയി വന്നതിന് ശേഷം നമ്മുടെ സാധാരണ സോപ്പ് ഉപയോഗിച്ച് നല്ലതുപോലെ കൈ കഴുകുക. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് അസുഖം വരാതിരിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രിവെൻറ്റീവ് മെഷേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രോഗം വന്നു കഴിഞ്ഞാൽ ആൻറ്റിവൈറൽ ട്രീറ്റ്മെൻറ്റോ മെഡിക്കേഷനോ ഒന്നും തന്നെ ഇല്ല, വാക്സിനേഷനോ ഒന്നും ഇല്ല. അപ്പോൾ നമ്മൾ മെയിനായിട്ടും നല്ലതുപോലെ വെള്ളം കുടിക്കുക, നല്ലതുപോലെ ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെ റെസ്റ്റ് എടുക്കുക,
പിന്നെ നമുക്ക് പാരസിറ്റാമോൾ പോലുള്ള ടാബ്ലറ്റ്സ് ഒക്കെ നമുക്ക് കഴിച്ച് നമുക്ക് പനിയൊക്കെ ഉണ്ടെങ്കിൽ ആ സിംറ്റംസ് ഒക്കെ കുറയ്ക്കാം. നമുക്ക് തൊണ്ടവേദന ഉണ്ടെങ്കിൽ ഗാർഗിൾ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഭയങ്കര ക്ഷീണമൊക്കെ ഉള്ളവർ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ട് അപ്പം IV ഫ്ലൂയിഡൊക്കെ കൊടുക്കും. അപ്പം അത് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടൊക്കെ ഉള്ളവർക്ക് നെബുലൈസേഷൻ പോലെയുള്ള കാര്യങ്ങൾ, പിന്നെ അതുപോലെ തന്നെ ഓക്സിജൻ തെറാപ്പി, സാച്ചുറേഷനൊക്കെ കുറവുള്ളവരാണെങ്കിൽ അവർക്ക് ഓക്സിജൻ തെറാപ്പിയൊക്കെ നൽകി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മളിതിൽ ട്രീറ്റ്മെൻറ്റായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ HMPV പറ്റിയുള്ള കാര്യങ്ങൾ, അതെന്താണെന്നും അതിനെ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാമെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ വരുന്ന എല്ലാം കണ്ട് കണ്ണും അടച്ച് വിശ്വസിച്ച് നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. HMPV എന്ന് പറയുന്നത് ജലദോഷം പോലെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കോമൺ വൈറസാണ്. അപ്പോൾ 5 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും ഇത് ഒരു പ്രാവശ്യമെങ്കിലും വന്നു പോയിട്ടുണ്ട് ഓൾറെഡി. ഇതൊരു പുതിയ വൈറസ് ഒന്നും അല്ല. പിന്നെ കൂടുതൽ കേസും ഇങ്ങനെയുള്ളവരിൽ വീട്ടിൽ തന്നെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് സുഖപ്പെടുന്നതുമാണ്. പക്ഷേ ചിലപ്പോൾ 5 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്കും 65 വയസ്സിന് മുകളിലുള്ളവർക്കും പ്രതിരോധശേഷി കുറവുള്ളവർക്കൊക്കെ കുറച്ച് റിസ്ക് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർ ഞാൻ പറഞ്ഞ പോലെയുള്ള പ്രിവെൻറ്റീവ് മെഷേഴ്സൊക്കെ എടുത്ത് സേഫായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. അപ്പം കൂടുതൽ പ്രശ്നങ്ങൾ റിസ്ക്കൊക്കെ ആയിട്ടുള്ളവരാണെങ്കിൽ അവർ ഇതുപോലെയുള്ള പനിയൊക്കെ വരുമ്പോൾ ഡോക്ടറിൻ്റെ സഹായം തേടാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുവാണെങ്കിൽ, HMPV വൈറസിനെ പറ്റി കുറച്ചെങ്കിലും ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടി എന്ന് തോന്നുവാണെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും സപ്പോർട്ടും ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. സ്റ്റേ സേഫ് ആൻഡ് ഹെൽത്തി. താങ്ക് യു ഫോർ വാച്ചിങ്.